എന്താ ചെയ്യുന്നത്? കുറച്ച് തേങ്ങ ചെറിയ കേട്ടോ. തേങ്ങ ചേരുന്നതായിട്ട് എന്താ ചെയ്യുന്നത്? തേങ്ങ ഇറങ്ങലാണ് ചേട്ടന് പണി. വല്ലപ്പോഴും മാത്രമേ ചിരകുള്ളൂ. അമ്മ ചെറുകി അന്ന് കയ്യിൽ ബാൻഡേജ് ഉണ്ട് വരും. ചെറിയ കൈ മുറിക്കും. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ കുമ്പളങ്ങ വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. ഇളവനാ തോന്നുന്നുണ്ട്. അടിപൊളി ഒരു കുമ്പളങ്ങ കറി വെക്കാട്ടെ വറുത്തരച്ചിട്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയണം കേട്ടോ. അതേപോലെ മറക്കാണ്ടിരിക്കാൻ പറയാം. ചാരമില്ലാത്ത കുമ്പളങ്ങ ഇളവനായിരിക്കും. മൂത്തില്ല, തീരെ മൂത്തില്ല കേട്ടോ. നശിപ്പിച്ചു. വേണ്ട, തീരെ മൂത്തില്ല. ഇളവനാ തോല് പോലും ഇല്ല ഗൈസ്. ഒന്നും മൂത്തില്ല. ഒരുപാട് ചെത്തണ്ട. ചെത്തിയ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നല്ല മഴ കേട്ടോ. എന്താ പറയാ, 4-5 ദിവസമായി. നമുക്ക് കുമ്പളങ്ങ കറിക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ടെ, കുറച്ച് മതി. ഇതിലേക്ക് ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, എല്ലാം കൂടി ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. തേങ്ങയൊക്കെ മൊരിഞ്ഞ് വന്നു കേട്ടോ. ഇനി തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മതി കേട്ടോ. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം. കുമ്പളങ്ങ കറി വയ്ക്കാം. വലിയൊരു കഷ്ണം കുമ്പളങ്ങ കേട്ടോ. വലിയ കഷ്ണമായിട്ട് നുറുക്കണം. ചിക്കൻ പോലെ തോന്നണം കണ്ട. സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഇതിലേക്ക് വലിയ 2 തക്കാളി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. വേകട്ടെ, നന്നായി വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. കഷ്ണങ്ങൾ വെന്താ നോക്കാം. കഷ്ണമൊക്കെ വെന്തു കേട്ടോ. സൂപ്പറായി വന്നു. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഗരം മസാല ഇട്ടേ ഒന്ന് തിളക്കട്ടെ ഏട്ടാ. നമ്മുടെ കറി തിളച്ചുട്ടാ. ഓഫാക്കുക. ഇനി താളിച്ചൊഴിക്കാട്ടോ. ചീഞ്ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക്, കറിവേപ്പില,
പറയണ്ടത് വെക്കാത്തവർ വെച്ച് നോക്കുക. എന്തൊരു സൂപ്പറാ. സൂപ്പർ ടേസ്റ്റാണ്. പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ഏട്ടാ ഉപ്പേരിക്ക് അരിയാണ്. ഏട്ടന് പണിയൊന്നുമില്ല കേട്ടോ, തീരെ പണിയില്ല. മഴക്കാലമായിട്ടാണോ എന്താണെന്ന് അറിയില്ല. വല്ലാത്തൊരവസ്ഥ. പണിക്ക് പോകണം. ഈ പണി നോക്കി കഴിഞ്ഞാൽ കഞ്ഞൂടി മുട്ടും തോന്നുന്നുണ്ട്. എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. വാടകയും കൊടുക്കണം. മാസം എന്താ ആകുമ്പോഴേക്കും വാടകയെ ഒരു പണിയും നോക്കി നിന്നാ 3 ദിവസമായി പണിയില്ലാണ്ട്. സാധാരണക്കാർ എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. എന്നിട്ട് വെള്ളം കുപ്പി കഴിയില്ല. ചൂടുവെള്ളം വെച്ച് വെച്ചിരിക്കുക. ക്യാരറ്റ് ഉപ്പേരി വെക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പാ വേഗട്ടെ. ക്യാരറ്റ് വന്നിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പേരി റെഡി ആയിട്ടാ. ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ രാവിലെ കഴിക്കാൻ. ചെറുപയറും കുറച്ച് ഹെൽത്തിയാ. ചെറുപയറും പച്ചരിയും കൂടി നന്നായി വേവിച്ചതാണ്. ഇത്തിരി പച്ചക്കളറായി പോയി. ഉപ്പിട്ട് കൊടുക്കുക. കൂടുതൽ ചെറുപയർ ഇട്ടു. ഇനി കുറച്ച് നല്ലോണം തേങ്ങ ഇടുക. ഒരു മുറി തേങ്ങ കൊണ്ട് 3 കാര്യങ്ങൾ ചെയ്തു. വേൾഡ് റെക്കോർഡ്. അത് ശരിയാണ്. റെഡി ആയില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയ കഞ്ഞി. ചെറുപയർ കഞ്ഞി റെഡിയായി. രാവിലെ ചെറുപയർ കഞ്ഞി കുടിച്ചാൽ നല്ല എനർജി കിട്ടും. സൂപ്പറായിട്ട്. ചമ്മന്തി ഉപ്പേരി കൂടി കഞ്ഞി കുടിക്കാം. ഒന്നും വേണ്ട, എനിക്ക് വെറുതെ മതി. മതി മതി. സൂപ്പർ കഞ്ഞിയാണ്. കഞ്ഞി കുടിക്കട്ടെ ഏട്ടാ. എനിക്ക് ചോറാക്കാൻ കേട്ടാ. ക്യാരറ്റ് ഉപ്പേരി മുട്ടയും കൂടി ഇട്ട അടിപൊളിയല്ലോ. അതെ അതെ, പക്ഷെ മുട്ടയില്ല കൈസ്. കുറച്ച് മതി. പിന്നെ നമ്മുടെ ഇറച്ചിക്കറി പോലത്തെ കുമ്പളങ്ങ കറി വെക്കാത്തവരെന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ചാറ് മാത്രം കൊണ്ട് കൊടുത്തൊരു ചിക്കൻ കറിയാന്ന് പറഞ്ഞാൽ മതി. അടിപൊളിയാണ് അല്ലേ? എൻ്റെ കഷ്ണത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ എല്ലാം കഴിക്കും. സ്കൂളിലേക്ക് അയച്ചു വിട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാട്ടാ. ബൈ ബൈ, സീ യു.